പ്രിയപ്പെട്ട സാക്ഷി ടിവിയുടെ പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങൾക്കൊരു തത്സമയത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്കേവർക്കും ഒരു ശുഭദിനം കൊണ്ട് ഒരു തത്സമയ സംരക്ഷണം ഞങ്ങൾ കടക്കൽ ശ്രീശൈലത്തിൽ നിന്നും എത്തിക്കുകയാണ്. നിങ്ങൾക്കേവർക്കും ഈ തത്സമയത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം. മലയാള സിനിമയുടെ മഹാ അത്ഭുതം ശ്രീ മോഹൻലാൽ ലൂസിഫർ എന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു മുഹൂർത്തമായി പ്രേക്ഷക മനസ്സുകളിലേക്ക് എത്തുന്നു എമ്പുരാൻ. ശ്രീ ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ആശീർവാദ് സിനിമാസ് ആൻ്റണി പെരുമ്പാവൂർ നിർവഹണം നൽകുന്ന ഈ ചിത്രം ശ്രീ മുരളി ഗോപിയാണ് ഒരുക്കിയിരിക്കുന്നത്. മലയാളത്തിൻ്റെ മഹാനടൻ സുകുമാരൻ്റെ പ്രിയ പുത്രൻ ശ്രീ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം നിർവഹിച്ച എമ്പുരാൻ ഇന്ന് കേരള മണ്ണിൽ കേരളത്തിൻ്റെ പ്രേക്ഷകർക്കായി ഇന്ന് രാവിലെ 6 മണിക്ക് റിലീസ് ചെയ്യപ്പെട്ടു. ആ എമ്പുരാൻ്റെ വിശേഷങ്ങളുമായി ഒരല്പനേരം. ഇപ്പോൾ ഇവിടെ കാണുന്നത് എമ്പുരാൻ്റെ 9 മണിക്കുള്ള ഷോയ്ക്ക് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പ്രേക്ഷകരാണ്. ഷോ അവസാനിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. അതിരാവിലെ തന്നെ കടയ്ക്കൽ ശ്രീശൈലത്തിൽ അനുഭവപ്പെട്ടത് വലിയ പ്രേക്ഷക തിരക്കാണ്. ഇപ്പോഴും പ്രേക്ഷകർ വന്നുകൊണ്ടേയിരിക്കുന്നു. ആദ്യ ഷോ അവസാനിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രം അവശേഷിക്കുകയാണ്. നമുക്ക് ഷോ കഴിഞ്ഞിറങ്ങുന്നവരോട് സിനിമയെക്കുറിച്ച് ചോദിക്കാം എന്നാണ്. കാണാൻ നിൽക്കുന്നവരോട് ചോദിച്ചിട്ട് കാര്യമില്ലോ, കണ്ടവരോട് നമുക്ക് സിനിമാ വിശേഷങ്ങൾ ചോദിക്കാം. മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലിൻ്റെ ലൂസിഫറിന് ശേഷം ലൂസിഫറിൻ്റെ 2ാം ഭാഗമായി എത്തുകയാണ് എമ്പുരാൻ. നമുക്ക് അല്പം പുറത്തേക്ക് നിൽക്കാം. ഇവിടെ വാഹനങ്ങളുടെ തിരക്കുകൾ കൂടി ഒന്ന് കാണാം. ഇപ്പോൾ റോഡിൻ്റെ മറുവശത്ത്, തിയേറ്ററിൻ്റെ നിന്ന് ഇറങ്ങുന്ന മറുവശത്ത് എമ്പുരാൻ്റെ ആദ്യ ഷോ കാണാൻ എത്തിയ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. അത് ഒരു നീണ്ട നിരയാണ്. ഇവിടെ നിന്ന് നമുക്ക് IOC പമ്പിൻ്റെ അതുവരെ പോകേണ്ടി വരും. ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് ആറ്റുപുറം ഗുരുമന്ദിരവും കഴിഞ്ഞ് ഇട്ടാണ്. മറുവശത്തേക്ക് നമുക്ക് നോക്കാം. ഇന്ന് രാവിലെ 9 മണിക്കുള്ള ഷോ കാണാനായിട്ട് എത്തിയിരിക്കുന്ന പ്രേക്ഷകരുടെ വാഹനങ്ങളാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. 2 വീലേഴ്സ് മാത്രമാണ് റോഡിൽ പാർക്ക് ചെയ്യാൻ കഴിയുന്നത്. ബാക്കിയുള്ളതൊക്കെ തന്നെ തിയേറ്ററിൻ്റെ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു നീണ്ട നിരയാണ്. ഇപ്പോഴും മോഹൻലാലിൻ്റെ ആരാധകർ എമ്പുരാൻ കാണാൻ വേണ്ടി എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. 9 മണിക്ക് അടുത്ത ഷോ വീണ്ടും ആരംഭിക്കും. ആദ്യത്തെ ഷോ അപ്പോൾ രാവിലെ തുടങ്ങി 6 മണിക്ക് തുടങ്ങിയ ഷോ അവസാനിക്കാറായി. അത് കണ്ടിറങ്ങുന്ന പ്രേക്ഷകരോട്, മോഹൻലാലിൻ്റെ ആരാധകരോട്, പൃഥ്വിരാജിൻ്റെ ആരാധകരോട് നമുക്ക് ചോദിക്കാം സിനിമയെക്കുറിച്ച്. ഒരു 2 മിനിറ്റുകൾക്കകം ഈ ആദ്യ ഷോ കണ്ട എമ്പുരാൻ്റെ ഷോ കണ്ടവർ ഇറങ്ങി വരും. ഇപ്പോഴും ഇവിടെ ഒരുപാട് പ്രേക്ഷകർ ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. ടിക്കറ്റ് എല്ലാം തന്നെ ബുക്കിംഗ് ആയതുകൊണ്ട് ഇവിടെ ആദ്യ ഷോ കണ്ട് കുറച്ച് പേർ പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം.
മലയാള സിനിമയ്ക്കും മലയാളികൾക്കും എന്നും ഒരു അഭിമാനം, അല്ലെങ്കിൽ നമ്മൾക്കൊരു ആവേശമാണ് മോഹൻലാൽ. മോഹൻലാലിൻ്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ അപ്പോൾ മറ്റുള്ള നടന്മാരാരും പ്രേക്ഷക മനസ്സിൽ ഇടം തേടിയിട്ടില്ല എന്നല്ല പറഞ്ഞത്. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മഹാ അത്ഭുതത്തെ, അദ്ദേഹത്തിൻ്റെ സിനിമയെ കാണാൻ വേണ്ടി ഒരു വലിയ സമൂഹം തന്നെ കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ ഉണ്ട് എന്നുള്ളത് ഒരു വലിയ അത്ഭുതമാണ്. ലൂസിഫർ ഒരു വൻ വിജയമായിരുന്നു. അതുപോലെ തന്നെയാണ് ആയിരിക്കണം എൻപുരാനും. എന്തായാലും സിനിമ ഷോ കണ്ട് ഇറങ്ങുന്നവരോടെ നമുക്ക് സിനിമയെക്കുറിച്ച് ചോദിക്കാൻ പറ്റുള്ളൂ. ഇവിടെ കാണാൻ വന്ന് നിൽക്കുന്നവരെ ഷോ കണ്ടിറങ്ങിയ ഒരാളെന്ന രീതിയിൽ എന്നോട് ചോദിക്കുന്നത് എങ്ങനെയുണ്ട് സിനിമ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഷോ കണ്ടില്ല എന്നുള്ള സത്യം അവരോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു അഭിപ്രായത്തെക്കുറിച്ച് അറിയാൻ വന്ന ആളാണ് എന്ന് പറയുകയാണുണ്ടായി. എൻപുരാൻ അടുത്ത 9 മണിക്കുള്ള ഷോയ്ക്ക് വേണ്ടി പ്രേക്ഷകർ ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. സിനിമ നമ്മുടെ അറിവിൽ 2 മണിക്കൂർ 57 മിനിറ്റ് 59 സെക്കൻഡാണ്. എന്നാൽ ഒരു ഇടവേള കൊടുക്കുന്നുവെങ്കിൽ 3 മണിക്കൂർ 15 മിനിറ്റാണ് സിനിമ. ഇന്ന് രാവിലെ ഇവിടെ നടന്ന ഷോ ഇടവേള ഇല്ലാതെയാണ് തുടങ്ങുന്നതെന്ന് അറിഞ്ഞു. പക്ഷേ ഇടവേള കൊടുത്തു. അതുകൊണ്ട് തന്നെ 3 മണിക്കൂർ 15 മിനിറ്റും ആണ് ആ സിനിമയുള്ളത്. ഇതിൻ്റെ ചിത്രീകരണം അല്ലെങ്കിൽ പ്രദർശന ഇടവേള ഇല്ല എങ്കിൽ 2 മണിക്കൂർ 57 മിനിറ്റ് 59 സെക്കൻഡാണ് എൻപുരാൻ സിനിമ ഉള്ളത്. ഇടവേളയോട് കൂടി 3 മണിക്കൂർ 15 മിനിറ്റാണ് സിനിമ. പ്രേക്ഷകർ വളരെ തിരക്ക് കൂടുകയാണ്. ഓരോരുത്തരും റിസർവ് ചെയ്തവരൊക്കെ ബുക്ക് ചെയ്തവരൊക്കെ തന്നെ തിയേറ്ററിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇവിടെ ബുക്ക് ചെയ്തിട്ടുള്ളവരാണ്. ടിക്കറ്റ് കൗണ്ടറിലൊന്നും ആരുമില്ല. അങ്ങനെ വിരളിൽ നിന്നാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ഇവിടെ എപ്പോഴാണ് ഈ ഫാൻസുകൾക്ക് ഷോ കഴിഞ്ഞു, ആളുകൾ പുറത്തേക്ക് വരികയാണ്. നമുക്ക് അവരോട് തന്നെ എമ്പുരാനെ കുറിച്ച് ചോദിക്കാം. എങ്ങനെയുണ്ട് സിനിമ? കുഴപ്പമില്ലെന്നേ ഉള്ളൂ. എങ്ങനെയുണ്ട് സിനിമ കണ്ടിട്ട്? എങ്ങനെയുണ്ട്? അടിപൊളി പടം മോനെ. സിനിമ എങ്ങനെയുണ്ട്? സൂപ്പർ. ഇറങ്ങി പുറത്തോട്ട് വരുന്നവർ നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. തിരക്കേടില്ല എന്ന് പറഞ്ഞ ഒരാളേ ഉള്ളൂ. ബാക്കി എല്ലാവരും സിനിമ ഗംഭീരമാണ് എന്നാണ് പറയുന്നത്. ചേച്ചി, സിനിമ എങ്ങനെയുണ്ട്? എമ്പുരാൻ എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അടിപൊളി. സിനിമ എങ്ങനെയുണ്ട്? സൂപ്പർ. എങ്ങനെയുണ്ട്? എൻപുരാന്റെ അഭിപ്രായം എന്താണ്? രാവിലത്തെ ഷോയ്ക്ക് നല്ല തിരക്കായിരുന്നു. ഇപ്പം വീണ്ടും അടുത്ത ഷോ വളരെ മിനിറ്റുകൾക്കകം അടുത്ത ഷോ ആരംഭിക്കും. 9 മണിക്ക് തന്നെ റിലീസ് ആയതുകൊണ്ട് തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ സിനിമ വീണ്ടും ആരംഭിക്കും. സിനിമ എങ്ങനെയുണ്ട്? മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ ഒരു മുഹൂർത്തമാണ് എമ്പുരാൻ. എങ്ങനെയുണ്ട്? സിനിമയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? നാളെ കയറിയില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ട് ബാൽക്കണിയിലാണ് സ്റ്റേജിൽ നിന്ന് വന്നോണ്ട് തോന്നി കണ്ടിട്ട് വരികയാണെന്ന്. ശരി, കണ്ടോളൂ. കാണാൻ വന്ന ഒരു പ്രേക്ഷകയോടാണ് ചോദിക്കുന്നത്. കാരണം ഇതിൻ്റെ ബാൽക്കണി ഭാഗവും ഞാനിപ്പോൾ ഇതിൻ്റെ താഴത്തെ ഭാഗത്താണ് നിന്നത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ചോദ്യം അവരോട് ചോദിക്കുന്നത്. സിനിമ കണ്ടോ? കാണാൻ പോവാത്.
ചേട്ടാ സിനിമ കണ്ടോ? എങ്ങനെയുണ്ട്? ബാൽക്കണി ഭാഗത്തു നിന്നൊക്കെ ആളുകൾ ഇറങ്ങി വരുന്നതേ ഉള്ളൂ. ഇവിടെ നിൽക്കുമ്പോൾ കാണാം, അവിടെ മുകളിൽ നിന്ന് ആളുകൾ താഴേക്ക് ഇറങ്ങുന്നേ ഉള്ളൂ. കുറച്ചപ്പുറത്തോട്ട് നിന്ന് ചോദിക്കാം. മറ്റേ സിനിമ ഉണ്ടോ? അതാ കാണാൻ പോകുന്നേ ഉള്ളോ? കണ്ടു. എങ്ങനെയുണ്ട്? എനിപ്പിനെ കണ്ടോ ചേച്ചി? സിനിമ എങ്ങനെയുണ്ട്? സൂപ്പർ. എന്നൊക്കെ ഇറങ്ങി ബാൽക്കണിയിൽ നിന്നുള്ള ആളുകളൊക്കെ ഇറങ്ങി വരുന്നതേ ഉള്ളൂ. മലയാളത്തിൻ്റെ മഹാനടൻ്റെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു മുഹൂർത്തമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. വീണ്ടും അടുത്ത ഷോ ഇപ്പം തന്നെ 9 മണിക്ക് ആരംഭിക്കും. ഇനി അത് കഴിഞ്ഞാൽ 12 മണിക്കാണ് അടുത്ത ഷോ. തൊട്ടുപിറകെ അടുത്ത ഷോ 2:30 അടുത്ത ഷോ ആരംഭിക്കും. ഷോർട്ട് ടൈം നിങ്ങൾക്ക് ഞാനൊന്ന് കാണിക്കാം. 6 മണി, 9 AM, 12:30 PM, 3:30 PM, 7 PM, 10:30 PM. ഇങ്ങനെയാണ് ഇവിടെ ഷോർട്ട് ടൈം എഴുതി വെച്ചേക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സിനിമ വന്ന് കാണാനുള്ള ഒരു സമയം കൂടി ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വന്ന് കാണുക. മലയാള സിനിമയെ എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹിപ്പിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രാവിലെ ഞങ്ങൾ ഒരു ചെറിയ തത്സമയ സംപ്രേഷണമായിരുന്നു ഇതെങ്കിൽ ഞങ്ങളിത് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം. ഈ ലൈവ് തത്സമയം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.